വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 1 ഇംഗ്ലീഷിൻ്റെ ദ സ്പാരോ ഫാമിലി എന്ന് പറയുന്ന ലെസണാണ്. സ്പാരോ എന്താണെന്നറിയാലോ? തൂക്കണാംകുരുവി എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിൽ പറയുന്ന ബേർഡ്. അപ്പോൾ ഒരു സ്പാരോയുടെ ഫാമിലിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫാമിലി ഇല്ലേ? അപ്പോൾ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്പാരോയുടെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പോലെ തന്നെ ഒരു ബേർഡായ സ്പാരോയുടെ ഫാമിലിയിലും ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കും ഉണ്ടൊരു കുടുംബം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. മമ്മ ആൻഡ് പപ്പ സ്പാരോ വെൻ മേക്കിംഗ് എ നെസ്റ്റ്. മമ്മയും പപ്പയും, അമ്മയും അച്ഛനും എന്താണ് ചെയ്യുന്നത്? ഒരു കൂടുണ്ടാക്കുന്നു. ആരുടെ മമ്മയും അച്ഛനുമാണ്? സ്പാരോ. അതായത് ആ സ്പാരോയിലെ അമ്മയും അച്ഛൻ എന്ത് ചെയ്തിരുന്നു? ഒരു കൂടുണ്ടാക്കുക. അച്ഛനും അമ്മയും കൂടെ ഒരു കൂടുണ്ടാക്കുകയാണ്. ദേ ഫൗണ്ട് എ സേഫ് പ്ലേസ്. അവരാദ്യം എന്താണ്? വളരെ സേഫായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തി. സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സുരക്ഷിതമായ. എന്തിനാണ് സുരക്ഷിതമായ സ്ഥലം കണ്ടുപിടിക്കുന്നത്? അവർക്ക് കൂടുണ്ടാക്കുന്ന ബേർഡ്സ് എന്തിനാണ് കൂടുണ്ടാക്കുന്നതെന്നറിയോ? അവർക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മുട്ട പാമ്പും മറ്റ് ജീവികളും എടുത്തുകൊണ്ട് പോകാതെ ഇരിക്കുന്ന തരത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് അവരെന്ത് ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നത്. ദ ലിറ്റിൽ നെസ്റ്റ് വാസ് സൂൺ റെഡി. അവർ പെട്ടെന്ന് തന്നെ, സൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ആ ചെറിയ കൂട് അവർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി. ഇറ്റ് വാസ് സോഫ്റ്റ് ആൻഡ് വാം. അത് വളരെ സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൃദുവാണ്, നല്ല നനുനനുപ്പുള്ളതാണ്. ആൻഡ് വാം, അല്പം ചൂടുള്ളതുമാണ്. എന്തിനാണ് അങ്ങനെ ചൂടുള്ളതും സോഫ്റ്റായിട്ടുള്ള വീടുണ്ടാക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ അവർക്ക് തണുക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സോഫ്റ്റ് അല്ലെങ്കിൽ അവരുടെ ദേഹത്തൊക്കെ മുറിവുകളുണ്ടാവും അല്ലേ? അപ്പോൾ അത് സോഫ്റ്റും വാമായിട്ടുള്ള കൂടാണ് അവരുണ്ടാക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള, നേരത്തെ പഠിച്ചിട്ടുള്ള വേർഡ്സ് ആൻഡ്, ദേ, ദം, ഇതൊക്കെയാണ്. നമ്മൾ പുതിയ വേർഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ ലെസണിൽ പഠിക്കുന്നത്? നെസ്റ്റ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്. സ്പാരോ, തൂക്കണാംകുരുവി. എഗ്, മുട്ട. ഗ്രാൻഡ് മദർ, നമ്മളെ മുത്തശ്ശി എന്ന് പറയുന്ന ആളല്ലേ, അമ്മൂമ്മ. ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ. ഓൺ, ആൻറ്റി, അങ്കിൾ, കസിൻ. കസിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും മക്കൾക്കാണ് നമ്മൾ കസിൻസ് എന്ന് പറയുന്നത് കേട്ടോ. മദർ, അമ്മ. ഫാദർ, അച്ഛൻ. ഇതൊക്കെ നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്ന വേർഡ്സൊക്കെയാണ് കേട്ടോ. സോ മമ്മ സ്പാരോ ലേഡ് 3 സ്മോൾ എഗ്സ്. അമ്മക്കുരുവി എന്താ ചെയ്തതെന്നറിയാമോ? ചെറിയ 3 എന്തിട്ടു? മുട്ടകളിട്ടു. വൺ ഡേ ദ എഗ് ബ്രോക്ക് ഓപ്പൺ. ഒരു ദിവസം ആ മുട്ട ഇങ്ങനെ വിരിഞ്ഞ്, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ അത് പൊട്ടി വിരിഞ്ഞ് വന്നു. 3 little heads popped out. 3 ചെറിയ തലകൾ popped out. Popped out എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നീണ്ടു. പപ്പ സ്പാരോ ബ്രോഡ് ഫുഡ് ഫോർ ദം. ആരാണ് അവർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തേ? പപ്പ സ്പാരോ. ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ സ്പാരോ, ആൻഡ് ആൻഡ് അങ്കിൾ സ്പാരോ, കസിൻസ് ആൻഡ് ഫ്രണ്ട്സ് ഓൾ കം ടു മീറ്റ് ദ ബേബി സ്പാരോസ്. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടാകുമ്പം ഇതുപോലെ അല്ലേ, എല്ലാവരും കാണാൻ വരും എന്ന് പറഞ്ഞ പോലെ ഈ സ്പാരോസ് ഫാമിലിയിലെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആൻറ്റി അങ്കിളും കസിൻസും എല്ലാവരും, ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ആരെ കാണാൻ വന്നു? ഈ മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്ന കുഞ്ഞ് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ദ ബേബി സ്പാരോ ഗ്രൂ ബിഗർ ആൻഡ് ബിഗർ. അങ്ങനെ നമ്മുടെ ബേബി സ്പാരോ കുറേശ്ശെ വളരാൻ തുടങ്ങി. വൺ ഡേ ദ ബേബി സ്പാരോസ് ഹോപ്ഡ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്. ഒരു ദിവസം എന്ത് ചെയ്തു? അവർ പുറത്ത് കിടന്നു. ഏതിൻ്റെ പുറത്ത്? ഈ നെസ്റ്റിന് പുറത്തേക്ക് ചാടി. ദേ ഫ്ലൂ അപ്പ് ഇൻ ദ ബിഗ് ബ്ലൂ സ്കൈ. അവർ മുകളിലുള്ള സ്കൈയിലേക്ക് പറന്നു പോയി. നല്ല സ്റ്റോറി ആയിരുന്നു അല്ലേ? നോക്കി, ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ ആർ ഇൻ യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലി ആരൊക്കെ ഉണ്ടാവും? പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ബ്രദർ, സിസ്റ്റർ, ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. ഹൗ ഡു യു ഹെൽപ്പ് ഈച്ച് അതർ? ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് സഹായിക്കുന്നത്? വി ഓൾ ഹെൽപ്പ് ഈച്ചർ ഇൻ അവർ ഹൗസ് ഹോൾഡ് വർക്ക്. നമ്മുടെ വീട്ടിലെ ജോലികളിൽ സഹായിക്കും. പിന്നെ ഐ ഹെൽപ്പ് മൈ സിസ്റ്റർ ഫോർ ഡൂയിങ് ഹോംവർക്കൊക്കെ ചെയ്യാൻ ഞാൻ സിസ്റ്ററിനെ സഹായിക്കാറുണ്ട്.
അടുത്ത നോക്കിയേ, വാട്ട് ആർ ദ നെയിം ഓഫ് യുവർ ഗ്രാൻഡ് പാരൻസ് ബോത്ത് പറ്റേണൽ ആൻഡ് മെറ്റേണൽ. എന്താണ് പറ്റേണൽ ആൻഡ് മെറ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് പാരൻസ് രണ്ട് പേരുണ്ട് അല്ലേ. അതായത് മമ്മിയുടെ പപ്പയും മമ്മിക്കും നമ്മൾ ഗ്രാൻഡ് പാരൻസ് എന്നാണ് പറയുന്നത്. പപ്പയുടെ പപ്പയ്ക്കും മമ്മിക്കും പറയുന്നതോ അത് ഗ്രാൻഡ് പാരൻസ്. അപ്പം പാറ്റേണൽ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ അച്ഛനും അമ്മയും, മെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിൻ്റെ അച്ഛനും അമ്മയും. അവരുടെ എല്ലാം പേര് എഴുതണം കേട്ടോ. വിച്ച് ബേർഡ് ഡു യു സീ അറൗണ്ട് യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനടുത്ത് കാണുന്ന ബേർഡ് ഏതാ? നമ്മുടെ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രോയയാണ്. നിങ്ങളുടെ അവിടെയൊക്കെയോ? നോക്കാം കേട്ടോ. Then if you were a baby sparrow, where would you go flying? നിങ്ങളാണ് ഒരു ബേബി സ്പാരോ എങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പറന്നു പോകുന്നത്? അപ്പ് ഇൻ ദ സ്കൈ. നമ്മൾ എവിടോട്ടാണ് പറന്നു പോകുന്നത്? അപ്പ് ഇൻ ദ സ്കൈ. ആകാശത്തേക്കാണ് പറന്നു പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ ബേബി സ്പാരോ സോ ഫ്രം ദ സ്കൈ? സ്കൈയിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ബേബി സ്പാരോ എന്തായിരിക്കും കണ്ടത്? ദ വേൾഡ് ഓർ ദ എർത്ത് അല്ലേ. എർത്ത് ഇൻ ദ ഡൗൺ. താഴെയുള്ള ഭൂമിയെയാണ് അവർ കാണുന്നത് അല്ലേ. താഴോട്ട് നോക്കുമ്പോൾ എർത്തിനെ അല്ലേ നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾക്ക് വാട്ട് ഡു യു കോൾ ദ ഫോളോയിങ് മെമ്പേഴ്സ് ഇൻ യുവർ മദർ ടങ്? നിങ്ങൾ മദർ ടങ്ങിൽ നമ്മുടെ മലയാളത്തിലെ ഇവർക്കൊക്കെ വിളിക്കുന്ന പേര്. മദർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിളിക്കുന്നത്? അമ്മ അല്ലേ. ഫാദറോ? അച്ഛൻ അല്ലേ, അച്ഛൻ. പിന്നെ എൽഡർ ബ്രദർ, മൂത്ത ആളിനെ എന്താ? ചേട്ടൻ അല്ലേ. മൂത്ത സിസ്റ്ററിനെ മൂത്ത സിസ്റ്ററാണെങ്കിൽ ചേച്ചി അല്ലേ. ദെൻ ഗ്രാൻഡ് മദറിനെ എന്താ വിളിക്കുന്നത്? നമ്മൾ മുത്തശ്ശി അല്ലേ, മുത്തശ്ശി. മറ്റേ ഗ്രാൻഡ് ഫാദറിനോ? യെസ്, മുത്തശ്ശൻ. ആൻറ്റി നമ്മൾ എന്താ വിളിക്കുക? ചിലർ ചിറ്റ എന്ന് വിളിക്കും, ചിറ്റ അല്ലേ, അല്ലെ കുഞ്ഞമ്മ ഇങ്ങനെയൊക്കെ വിളിക്കും. മാമി എന്ന് വിളിക്കുന്നവരുണ്ട്, മാമി. ആൻറ്റിയെ മാമി. ആൻറ്റിയെ നമ്മൾ മാമി എന്ന് വിളിക്കും ചിലർ, മാമി. ദെൻ അങ്കിളാണല്ലോ, അങ്കിളിനെ നമ്മൾ പല രീതിയിൽ വിളിക്കും. അങ്കിളിനെ ചിലർ ചിറ്റപ്പൻ എന്ന് വിളിക്കും, ചിറ്റപ്പൻ. ചിലർ മാമൻ, മാമൻ. ഇങ്ങനെയൊക്കെയാണ് മലയാളത്തെ വിളിക്കുന്നത് കേട്ടോ. ഡ്രോ എ പിക്ചർ ഓഫ് യുവർ ഫാമിലി ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാമിലി വരയ്ക്കുന്നുണ്ടോ? പപ്പയും മമ്മിയും എല്ലാവരും ഇരിക്കുന്നതും, പിന്നെ ഇവിടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കാം. ഗാർഡനിൽ അവരിയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് ചേർക്കാം കേട്ടോ. The word father begins F sound. Read the following words in F sound. ഫ എന്നുള്ള സൗണ്ടാണ്. ഫോക്സ്, ഫദർ, ഫുഡ്, ഫുഡ്, ഫൈവ്, ഫ്ലാഗ്. ഫ സൗണ്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ദെൻ എം സൗണ്ട്, മദർ എന്നുള്ള മ അല്ലേ, മം. സോ മ സൗണ്ട്. മാൻ, മാസ്ക്, മൗസ്, മൂൺ, മങ്കി, മൗത്ത്. ഇതെല്ലാം മാ സൗണ്ടിൽ വരുന്നതാണ്. റൈറ്റ് ദ വേർഡ്സ്. ഈ വേർഡ്സ് ഇതിലേക്ക് എഴുതാനാണ് കേട്ടോ. ഫാദർ, മദർ, ഇത് ഓരോ പ്രാവശ്യം ഇതിലേക്ക് എഴുതി ചേർക്കണം. ഫാദർ എന്ന് വൃത്തിയായിട്ട് എഴുതുക. നമ്മൾ കർസീവ് യൂസ് ചെയ്യണം കേട്ടോ. മദറിന് ഇവിടെ എഴുതുക, സിസ്റ്ററിന് ഇവിടെ എഴുതുക, ബ്രദറിന് ഇവിടെ എഴുതുക. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ബാത്റൂം, ലേബൽ ദ തിങ്സ് ഇൻ ഇറ്റ്. ഇതിലുള്ള സാധനങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓരോന്നും എഴുതാനുള്ള സ്ഥലമുണ്ട്. എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇൻ ദ പിക്ചർ ഐ ക്യാൻ സീ ഷവർ അല്ലേ. ഷവർ എന്ത് ഇത് ഇവിടെ എന്താ എഴുതേണ്ടത്? ഷവർ. ടവൽ, ഇവിടെ എന്താ എഴുതേണ്ടത്? ടവൽ. മിറർ, മിറർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത് നോക്കണം കേട്ടോ. അതാ ഇവിടെയാണ്
മിറർ. അപ്പം മിറർ എന്നുള്ളിടത്ത് ഇതിന് നേരെ എന്ത് എഴുതണം? മിറർ. എങ്ങനെ? MIRROR. ടാപ്പ്. ടാപ്പ് എന്ന് ഇവിടെ എഴുതുക. ടാപ്പ്. ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ്, അതെവിടെ എഴുതുക? ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. ആൻഡ് വാഷ് ബേസൺ. വാഷ് ബേസൺ എവിടെ എഴുതണ്ടേ? ഇവിടെ അല്ലേ? ഇവിടെയാണ് വാഷ് ബേസൺ എഴുതേണ്ടത്. സ്പെല്ലിംഗ് തെറ്റിക്കാതെ വാഷ് ബേസൺ എന്ന് എഴുതുക. ദെൻ വൈപ്പർ, ബക്കറ്റ്, സോപ്പ്, മഗ്, ടബ്, സ്റ്റൂൾ ആൻഡ് സ്ലിപ്പേഴ്സ്. ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കി എഴുതണം കേട്ടോ. സ്ലിപ്പേഴ്സ് ഉണ്ട് അല്ലേ? ബ്രഷ്, സ്റ്റൂള്, മഗ്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലെസൺ ഇവിടെ തീരുക കേട്ടോ. നമുക്ക് പുതിയ ലെസണുമായി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു.